ഈ ടിനു ജോർജിന്റെ കാര്യം ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഈ ടിനു ജോർജിനെ 20 വർഷത്തിന് മുൻപ് അറിയാം. 20 വർഷത്തിന് മുമ്പ് അറിയാമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ശുശ്രൂഷയ്ക്കകത്ത് പോയി തള്ളിയിടാൻ നോക്കി, നമ്മൾ വീണില്ല. അന്ന് നമ്മൾ കുറിച്ച് വെച്ചാൽ മാറിയതാണ്. അതുകൊണ്ട് അല്ല വെളി വെച്ചാണ് സംഭവം. ഞാൻ നോക്കി നിൽക്കുക, നമ്മുടെ അച്ചായന്റെ തലയ്ക്ക് പോയി അടിച്ചിട്ട് അച്ചായൻ പറഞ്ഞു വേണം ഞാനത് വാങ്ങിയെടുത്ത്. എന്റെ വൈഫ് ഒന്ന് ഗർഭിണിയാണ്. ഞാൻ അവളോട് പറഞ്ഞ് പുറകെ പോയിരുന്നാണ്, ആര് വീണാ നീ വീഴല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 20 വർഷം മുമ്പേ എനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു പുള്ളി നല്ല ഫേമസ് ആയി, നല്ല ഡീസന്റ് ആയി, നീറ്റ് ആയിരുന്നില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിപ്പോ എന്തോ വെച്ചാൽ ആർത്തില്ല. 2005 മുതൽ എനിക്കറിയാം. അന്ന് ഞാൻ ഒറ്റ ഇതിനെ പോയുള്ളൂ. അതോടെ നമ്മളെ കുറിച്ചിട്ടത് പറയാം. കാര്യം എന്റെ കൈ പിടിച്ചവരെല്ലാം മറിഞ്ഞു വീഴുക. തൊട്ടിപ്പുറത്ത് നിന്ന് വീണപ്പോൾ അവൻ എന്റെ കൈക്ക് പിടിച്ച് വരിക. ഞാൻ ആ കൈ ഒരു ഞെരുടം കൊടുത്തു, അവനങ്ങ് വിട്ടു. അല്ലെ ഇവന്റെ ആളുകളാ. ഒന്ന് ഓർത്തു നോക്കി, ഈ പറയുന്ന സംസ്ഥാനത്ത് ഇവൻ അപ്പോസ്തോലനാന്ന് പറഞ്ഞിട്ട് ഈ SSLC 3 പ്രാവശ്യം തോറ്റ ഈ കള്ള പുള്ളിക്ക് വിവരമില്ല, അത്രേ. പിന്നെ ഇത് ദൈവത്തിന്റെ യേശുവിന്റെ അബ്ദും പറഞ്ഞ് റിക്കാർഡ് ചെയ്തപ്പോൾ ഇവൻ ഇത്ര ചിന്തിക്കാനുള്ള കഴിവില്ലാതെ ആലോചിച്ചു പോയി. കർത്താവ് സംസാരം ഞാൻ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു പേർക്ക് അംഗീകരിക്കുമല്ലോ. ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പ് ചെയ്യും. മുഖഭാവം ഇതൊക്കെ നോക്കി ഇവൻ അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ ആരാന്ന് അറിയത്തില്ല, അതാണ് വന്ന വിഷയം. അപ്പോസ്തോലൻ ആരാന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞത് ഇത് ആളുകൾക്ക് കുറെയെങ്കിലും ബോധം വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. എന്റെ പേര് രാജൻ. ഞാന് തൃശ്ശൂര്. ഒരുപാട് അഭിനന്ദനങ്ങൾ. എന്താ വെച്ചാല് നിങ്ങളെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. ഒരുപാട് പാവങ്ങളാണ് ഇതിലൊക്കെ പെട്ടുപോകുന്നത്. ഈശോയുടെ സൗണ്ടില് ടിനു ജോർജ് എന്ന് പറഞ്ഞൊരുത്തനെ ഇതൊക്കെ ശരിക്കും എല്ലാ ചാനലിലും ഇതൊക്കെ പുറത്ത് കൊണ്ടുവരണം. ഇതൊക്കെ ഞങ്ങളൊക്കെ ഈശോയെ അറിഞ്ഞു വന്ന ആൾക്കാരാണ്. പക്ഷെ യുവന്മാരുടെയൊക്കെ ഈ തെന്നിത്തരങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണിക്കുന്നതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ബൈബിളും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള. പക്ഷെ ഇങ്ങനെയുള്ള ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് ശരിക്കും പറഞ്ഞ എല്ലാ ചാനലുകാരൊക്കെ ഇത് കൊണ്ടുവരണം. എന്ത് ജലമാണ് അയാൾ ഈ വിളിച്ച് പറയുന്നതും ചെയ്യുന്നതും കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ഒരുപാട് പാവങ്ങളൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് നമുക്കറിയില്ല പറ്റിയിട്ട്. അപ്പൊ ഇതൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക സമുദായത്തിലാണ്. എൻ്റെ വീട് എരുമേലി പമ്പാവാലിയിലാണ്. എൻ്റെ ഒരു പെങ്ങളെ കുണ്ടൂർ കെട്ടിച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരത്തിന്റെ വീടിന്റെ വർക്കിന് വേണ്ടി ഒരു 10 വർഷം മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിരുന്നു. അന്ന് ഈ ടിനു ജോർജ് പുതിയതായിട്ടൊരു സഭ തുടങ്ങിയെന്നും ഇതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തില് എന്റെ പെങ്ങളും, പുള്ളി ഒരു ഓർത്തഡോക്സ് സമുദായത്തിലെ യുദ്ധം കടക്ക വിശ്വാസിയാണ്. ഞങ്ങൾ കത്തോലിക്ക ഫാമിലിക്കാരാണ്. ഓർത്തഡോക്സ് എന്റെ പെങ്ങളെ കെട്ടിച്ചതാണ്. അപ്പൊ അന്ന് ഈ പെങ്ങൾ എന്നോടൊരു കഥ പറഞ്ഞിരുന്നു. ഈ ടിനു എന്ന് പറഞ്ഞ ആൾ വെറും ഒരു തല്ലിപ്പള്ളിയായിരുന്നെന്നും, സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ തന്നെ രക്തം തിളയ്ക്കുന്ന ചില ഇതുണ്ട്. തട്ടിപ്പ് നടത്തുന്നവന്മാരെ ഈ ബെന്തിക്കോസ് സമുദായത്തിൽ തന്നെ കുറച്ച് വിശ്വാസമുള്ള സമുദായമുണ്ട്. ഇങ്ങനെയുള്ള ഈ തങ്കു ബ്രദറ്, ഇവനെ പോലുള്ള ആൾക്കാര് ഇവന്മാരെ തുണിയില്ല റോഡ് വഴി വലിക്കണം, അടിച്ച് വലിച്ച് ഇവനെയൊക്കെ നശിപ്പിച്ച് കളയണം. അതിനുവേണ്ടി ഈ കേരളം ഇത്ര വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത്, ഞങ്ങളൊക്കെ താമസിക്കുന്ന മഹാരാഷ്ട്രയിലാണ്, ഇവിടെ ഇത് നടക്കില്ല. കാരണം ഇവിടെ മനുഷ്യത്വമുള്ള ആൾക്കാർ ജീവിക്കുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മനുഷ്യരാണോ അവര്? ഇങ്ങനെയുള്ള തോന്നിയവാസം നടക്കുന്ന കണ്ടിട്ട് അവന്റെ കൂടെ തുള്ളാനും അവരെ നിന്ന് പിടുങ്ങാനല്ല നടക്കുന്നല്ലേ. ഇവൻ ഗുണ്ടകളെ വെച്ചുകൊണ്ട് ഇവനോട് എതിർക്കുന്നവർക്ക് അവൻ പൈസ കൊടുക്കുന്ന അവരുടെ വായടപ്പിക്കും. മന്ത്രിമാരുടെ കൊണ്ട് തന്നെ വായടപ്പിക്കും. ആ മന്ത്രിമാരുടെ വീടുകളിലൊക്കെ കോടിക്കണക്കിന് എത്തുന്നുണ്ട്. അതാണ് 8 കോടി രൂപ ഒരു വേറൊരു ഭാഷ എന്ന് പറഞ്ഞാൽ ഇവന് 8 കോടി, അവന് ഒരു ലോകകാലം ഭാഷയാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ ഞങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് തന്നെ എതിർക്കുക. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ നാശം വരുത്തുന്ന ഇത്രയൊരു നശിച്ച ഇങ്ങനെയുള്ള വർഗങ്ങളെ ഇല്ലാതാക്കാൻ കേരളത്തിലെ നടക്കുള്ളൂ. കേരളത്തിലാണ് ഇത് മുട്ടി വളരുന്നത്. അത് ഈ മുട്ടി വളർന്നത് ഈ മുള പൊട്ടാൻ അനുവദിക്കരുത്. അതിനുവേണ്ട എല്ലാ ശക്തികളും ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയുണ്ട്. ഞാൻ ഒരു കത്തോലിക്ക സമുദായക്കാരനാണ്. എന്റെ പെങ്ങന്മാരെല്ലാം ചില പെങ്ങന്മാരെ ഓർത്തഡോക്സ് കെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് 5 പെങ്ങന്മാരാണല്ലോ. ഓർത്തഡോക്സും കത്തോലിക്കായിട്ട് ഞങ്ങൾ യോജിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണ്. എങ്കിൽ തന്നെ സാറേ, ഇങ്ങനെയുള്ള ഒരു മുള പൊട്ടി ഇനിയൊരു മുള ഇനിയും പൊട്ടരുത്. ഇവനെ പോലുള്ള ഒരു മുള ഇനിയും കേരളത്തിൽ പൊട്ടാൻ അനുവദിക്കരുത്. ഇവനെ നശിപ്പിക്കണം. പാവപ്പെട്ട ആൾക്കാര് അവനെ ഏജന്റന്മാരെ വെച്ചിട്ട് കൊട്ടാരക്കര മുതല് ഈ പുണ്ടൂർ ഏരിയ എല്ലാം അവന്റെ ആൾക്കാർ ഏജന്റന്മാർ വർക്ക് ചെയ്യാണ്. അവിടെ പോയി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അതിനുവേണ്ടി അങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നോട് പെങ്ങൾ സംസാരിച്ചത്.
പെങ്ങൾക്കൊന്നും അടുക്കമില്ല, അവരൊന്നും ജയിക്കുന്ന ആളല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വാസികളാണ്. അതൊക്കെ തട്ടിപ്പ്, ഇന്റർനാഷണൽ തട്ടിപ്പാണ്. ഇതിനകത്തൊന്നും കൂടുതൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിൽ പോവാ. ദൈവം നമ്മളെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഇവനെ ഒന്നും പുറകിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ട എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. സത്യത്തിൽ ഇവനെ ഈ ഒരു മുള, ഇതുപോലത്തെ മുള കേരളത്തിൽ പൊട്ടാൻ താരം കൂടെ അതിനു വേണ്ടി എല്ലാ ന്യൂസുകളിൽ കൂടെ കൊടുക്കണം. ഞാൻ മാക്സിമം അതിനെക്കുറിച്ചുള്ള മറ്റു ന്യൂസുകൾ, എന്റെ ജോയിന്റ് ന്യൂസുകളുണ്ട്, അതെല്ലാം കൊടുക്കും. ഒന്നാമത് കഴിഞ്ഞാൽ നമ്മൾ അന്യനാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇച്ചിരി കാരണം എന്തെങ്കിലും ആവശ്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ബിസിനസ്സിലായാലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിൽ തന്നെ നമ്മുടെ നാട് വിട്ട് ഇവിടെ ദൈവത്തെ അനുസരിച്ച് ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അവന്റെ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിൽക്കുന്നവരാണ്. ഇവിടെ അധികം ബന്ധുക്കോസുകാർക്കൊന്നും പൊങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ ബന്ധുക്കോസ് ഉണ്ട്, IPC ഉണ്ട്, വേറെ ഏതൊക്കെ ബന്ധുക്കോസ് ഉണ്ട്, സിലോൺ ബന്ധുക്കോസ് ഉണ്ട്. ഇതൊക്കെ വർഷങ്ങളായുള്ള അവരൊന്നും പൈസ ആവശ്യപ്പെടത്തില്ല, ഇങ്ങനെ അനാവശ്യം കാണിക്കില്ല. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സുബിൻ എന്നാണ്. നിങ്ങളുടെ ചാനലില് ടിനു ജോർജുമായിട്ട് ബന്ധപ്പെട്ട ആ ന്യൂസുകൾ കണ്ടിട്ടാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങളത് ജനങ്ങളിലേക്ക് ഇപ്പൊ അത് എത്തപ്പെട്ട് കുറവിരിക്കുന്നു. കാരണം പല കാര്യങ്ങളും ഈ വിശ്വാസ സമൂഹം അറിയാതെ പോകുന്നു. പല കാര്യങ്ങളിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നുള്ള കാര്യങ്ങൾ ഇവന്മാരെ പോലുള്ളവന്മാരാണ് ഈ ആത്മീയ ഗോളത്തെ മൊത്തത്തിൽ പറയിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ പറയുന്നു പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ, ആ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗക്കാരും അതിൽ ഉൾപ്പെട്ട് വരും. ഇപ്പൊ ജനങ്ങള് വിശ്വാസികളാണെങ്കിലും അവരെ തെറ്റിദ്ധരിക്കുന്നത് എല്ലാ വിശ്വാസികളും അല്ലെ എല്ലാ പെന്തക്കോസ് സമൂഹത്തിലും ഇത് തന്നെയാണോ നടക്കുന്നത്. എന്നാൽ ഇവന്മാര് പ്രൊട്ടസ്റ്റന്റുകാർ, ഇവന്മാര് കുറെ ഇവന്മാരെ പെന്തക്കോസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവന്മാരെന്ന് പറഞ്ഞ വിശ്വാസി എന്ന പേര്, ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഒരു കൂട്ടം സംഘം എന്ന് വേണം ഇവന്മാരെ മാറ്റി നിർത്തി വേണം പറയാൻ. മൊത്തത്തിൽ പൊതുവിൽ പറയുമ്പോഴത്തേക്കിന് ഇപ്പൊ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉളവാകുമല്ലോ. നിങ്ങൾ ഇനി ഒരു വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇതെന്താ പറയാ, ഇവന്മാരെ ഒരു കൂട്ടത്തെ സ്പെസിഫൈ ചെയ്ത് പറയണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ഞാനൊരു വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ്. ദൈവശബ്ദം കേട്ടു, അത് റെക്കോർഡ് ചെയ്തു, മറ്റുള്ളവരിലേക്ക് അറിയിക്കും. ഇതൊരു സംഭവം ദൈവം ഒരു മനുഷ്യരോട് സംസാരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ ഹൃദയങ്ങളോടാണ് ദൈവം ഇടപെടുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതെന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. ദൈവം ഈ പുള്ളിയോട് സംസാരിക്കാൻ വരുമ്പോഴത്തേന് ഈ പുള്ളി ദൈവത്തോട് പറഞ്ഞില്ല, ഒരു സെക്കൻഡ് ഞാൻ ഫോൺ എടുക്കുന്ന റെക്കോർഡ് ഒന്ന് ഓൺ ആക്കിക്കോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അതിനുവേണ്ടി ദൈവം കാത്തു നിൽക്കുമോ? എനിക്കറിയാത്തൊരു ചിന്തയാണിത്. ഞാൻ എത്ര ചിന്തിച്ചു നോക്കിയിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിഫൈ കിട്ടുന്നില്ല. അപ്പൊ ദൈവം സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് പറയുമല്ല, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഫോൺ ഓൺ ആക്കി നിന്ന് റെക്കോർഡ് ചെയ്ത് വെക്കട്ടെ. പുള്ളിക്ക് കാശ് വരവ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു തന്ത്രം അങ്ങിറക്കി. അത് കണ്ട് വിശ്വസിക്കാൻ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊണ്ണ വിശ്വാസികൾ കുറെ പേര്. ഇത് പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചും കൊണ്ടിരുന്ന പൈസ ഇവനൊക്കെ എന്താ പറയുക, കള്ളത്തരവും ചതിവിലൂടെ സ്വന്തമാക്കി അവനൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളും കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ ബാങ്കിലെ നിക്ഷേപങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈ വിശ്വാസ സമൂഹം മൊത്തത്തിൽ ഇവരുടെ പിന്നാലെ കൂടുന്നു. ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഇട്ടത് ഏറ്റവും നല്ല കാര്യം. കാരണം കുറെ ആൾക്കാർക്കെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത്. എന്റെ പേര് രാജു എന്നാ സാറേ, ഞാനിവിടെ മുണ്ടക്കത്ത് താമസിക്കുന്നത്. ഇത് യുവന്മാരുടെ ഉണ്ടല്ലോ അണ്ടകടാശം വരച്ചിരുന്ന പരിപാടിക്കണം. എന്താണെന്നറിയോ, ഇവനൊക്കെ ഉണ്ടല്ലോ കർത്താവിന്റെ പേരും വന്നിട്ട് ഇത് കാണിച്ച ഇവനൊക്കെ കാണിക്കുന്ന കൊടതാടി ഉണ്ടല്ലോ, അത്യസന്ധമായിട്ടുള്ള കാര്യം. ഇവന്റെ അണ്ടകടാശം വരച്ചിരിക്കണം. കർത്താവിന്റെ ബൈബിളും പറഞ്ഞിട്ട് കർത്താവിന്റെ വിറ്റ് കാശ് മേടിക്കുക, സുവിശേഷം വിറ്റ് കാശ് മേടിക്കുക. മരിച്ചു വരുന്ന കർത്താവിനെ വിറ്റ് ബൈബിൾ സത്യസന്ധമായിട്ട് ബൈബിളിന്റെ വചനത്തെ വിറ്റ് മറുകണം വിറ്റ് തിരിച്ച് ഉണ്ടാക്കിമാരൊക്കെ കാശുണ്ടാക്കുന്ന. ഞാൻ മറ്റേ എന്റെ അപ്പത്തലിന്റെ അത് കണ്ടോണ്ട് നിന്നപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നി വിളിച്ചതാ കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ്. ഞാൻ LC ബോർഡിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു സീനിയർ സൂപ്പറാണ്. പ്രായമുള്ള ആളാ. എന്റെ പേര് രാജു എന്നാണ്. അല്ലെ ഞാൻ അത് ആലോചിക്കുക, ഇത്രയും പച്ചയായിട്ടെ ഇവനെയൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ധൈര്യം സമ്മതിക്കണം കേട്ടോ. എന്തായാലും ഇതാണൊരു റിഫോർമേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തില്. കാരണം ഇവന്മാരിൽ നിന്നാണ് നമുക്ക് മോചനം കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ 1947 സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാ. എന്നിട്ട് ഈ കള്ള റാസ്കലുകളുടെ പുറകെ നമ്മൾ കേരളം
ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റ ഒരു പന്നൻ ദൈവദാസ് ഇവൻ പ്രവാചകനാന്ന് പറഞ്ഞ് ഇവന്റെ മുന്നിൽ പോയി എത്ര എണ്ണോ നിൽക്കുന്നതെന്ന് നോക്കി. പ്രവാചകനവന് അല്ല, ഇവന് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, ഇവൻ പൊട്ട ഇംഗ്ലീഷാ പറയണത്. ഇവൻ 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റവൻ. ഇവന് എല്ലാ ഡീറ്റെയിൽസ് എടുത്തു നരമ്പര വരും ഇവരെ കുറിച്ച്. ഈ മൊണ്ണ എന്ന് പറയുന്ന ആ പ്രയോഗമല്ല, അത് ഞാൻ ശരിക്കും ഇങ്ങനെ വിശകലനം പഠിക്കാറുണ്ട്. അത് ഇപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലായത്. അപ്പോൾ ഞാനും ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുണ്ട് ഇതില്. കാര്യം ഞാനും ഒരു സമയത്ത് ഒരു മൊണ്ണയായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. നമ്മളെല്ലാരും മൊണ്ണകളായിരുന്നു ഒരു സമയം. അതല്ല രസം അറിയോ, ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞത് പക്ഷെ ഈ ഇവനുണ്ടല്ലോ ജോൺ താരും ഉണ്ടല്ലോ, പക്ഷെ ജോൺ താര് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവൻ പൊട്ട ഇംഗ്ലീഷ് പറയില്ല. പറയണത് പഠിച്ചിട്ടേ പറയുള്ളൂ. വേറെ പൊട്ട ഇംഗ്ലീഷ് പറയണത് കേട്ടിട്ടില്ല. പക്ഷെ ഇവൻ പറയണത് വെറും പൊട്ടത്തനാ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനും ഒരു സംശയത്തിന് മൊണ്ണായിരുന്നപ്പോ ഞാനും ഒരു പ്രാവശ്യം ഒരു 10 കൊല്ലത്തിന് മുകളിലുള്ള ഒരു സംഭവം പറയുകയാണ്. ഞാൻ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിരുന്നു ടിനോ ജോർജിനെ. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടിനോ ജോർജിനെ സംസാരിക്കണമെന്നാണ്. അപ്പൊ ഒരു സ്ത്രീയാണ് എടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ടിനു ജോർജിനോട് സംസാരിക്കണം. അത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതെന്താ സംസാരിക്കാൻ പറ്റാത്തത്? നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് ഇയാളോടല്ല പറയാനുള്ളത്, എനിക്ക് ടിനുവിനോടാണ് സംസാരിക്കാനുള്ളത്. എന്നിട്ട് പറയണം അതങ്ങനെ കിട്ടൂല എന്ന് പുള്ളിയെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇയാൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു പാവപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കാനും ഇടപെടാനും. ഇവന് യേശുവിനെക്കാളും വലിയ അങ്ങനെ തന്നെ ചോദിച്ചു, ഇവൻ യേശുവിനെക്കാളും വലിയ ആളാണോ എന്ന് ചോദിച്ചു. എന്താണ്ട് വെച്ചുകൊണ്ടിരിക്കുക, കുറേ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞില്ലേ അന്ന്, അതാ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ അറിവില്ലാത്ത സമയത്ത് ഇവനെയൊക്കെ നമ്മളങ്ങനെ വിശ്വസിച്ചു പോയി. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പറ്റി പോകുന്ന കാര്യങ്ങളാണ്. ഒരു സമയത്ത് ഇവന്മാര് ഇപ്പൊ നോക്കി എത്ര എണ്ണമാണ് ഇതുപോലത്തെ അപ്പോസ്തലന്മാര് നടക്കുന്നതെന്ന്. 10ാം ക്ലാസ്സിലും 10 പ്രാവശ്യം തോറ്റ് ഈ ഇത്തരത്തില് സകലമോന അലവലാതിത്തരും നാട്ടിലെ ആന്റി സോഷ്യൽ എലമെന്റ് ആയിട്ട് നടന്നവനൊക്കെയാണ് ഇപ്പൊ പ്രവാചകന്. ഇവനൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് ഉള്ളത്. അതെ 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 തീർച്ചയായിട്ടും. അതല്ല ഇതിൽ ഏറ്റവും രസം എന്നറിയാം, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഞാൻ ഇരുന്ന് കൊടുക്കണം. അതാണ് നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഭയങ്കര വായനക്കാരനല്ല, ഞാൻ എങ്കിലും ഒരുവിധം ബൈബിൾ വായിക്കുന്ന കൂട്ടത്താണ്. ഇത് വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് വചനം വായിച്ചിട്ട് വചനത്തിന്റെ ബേസിലാണ് ഇവന്മാരെ അടിക്കുന്നത്. ഇവനിട്ടൊന്നും ഉണ്ടല്ലോ, നമ്മുടെ നിയമ സംവിധാനം ഒന്നും വെച്ചിട്ട് ഇവനിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്മാരെ നമുക്ക് ഇങ്ങനെ പച്ചയ്ക്ക് തൊലി ഉരിച്ച് എന്താ പറയുക നാട്ടുകാരുടെ മുന്നിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുന്നതാണ് ഇതിനുള്ള ചികിത്സയും ശിക്ഷയും. പക്ഷെ ഈ മൊണ്ണകളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പാച്ചർ എന്ന് പറഞ്ഞാൽ ഇവൻ പറയുവാണ് മക്കളെ ദൈവം എന്നെ ഇന്നലെ രാത്രിയിൽ എനിക്ക് വെളിപ്പെട്ടു, ഇവനെ വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം ഇടം വലം നോക്കാതെ പോയി ഇവൻ വോട്ട് ചെയ്യും. ഈ ഇൻഡോക്ട്രിനേറ്റ് ആയിട്ടുള്ള അതായത് ഈ മസ്തിഷ്ക ബലാത്സംഗത്തിന് ഇരയായവന്മാരാണ് ഇവന്മാരെല്ലാരും. അയ്യോ ഞാനേ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരാം കേട്ടോ. ഇതും കുറച്ച് വർഷം ഞാൻ ഇലക്ട്രിക് ബോർഡില് ഇവിടെ വൈദ്യുതി ഭവനിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സീനിയർ സൂപ്രണ്ട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു നല്ലൊരു പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് എവിടെയാ ജീസസ് കോൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തില്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു കമാൻഡർ ആയിട്ടുള്ള ഒരാളാണ് അവിടുത്തെ ചീഫ്, ആർമിയിലും കൊണ്ട് വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന് റിട്ടയർഡ് ആയിരുന്ന ഒരാളാണ്. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു പിന്നെ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എന്തുകൊണ്ട് തിരക്കായിരുന്നു. അപ്പൊ എനിക്കും ഓഫീസ് ടൈമിലും കൊണ്ടോ ബ്രേക്കിനാണ് ഞാനും ഇറങ്ങിയതേ. അന്നേരം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഫാമിലി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ മാതിരി കുറെ ആളുകൾ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കൗൺസിലിംഗിന് അല്ല ഞാൻ വന്നത്, ഞാൻ ജസ്റ്റ് ഒരു പേഴ്സണൽ പ്രേയറിനാണ് വന്നത്. അവിടെ സ്ത്രീകളൊക്കെ അങ്ങനെ വളഞ്ഞിങ്ങനെ കുറെ ആൾക്കാർ ഭക്തന്മാരിങ്ങനെ ചുറ്റിരിക്കുകയാണ്. ഇയാൾ അതിന്റെ പേരിൽ മിസ്റ്റർ എന്തോ സമ്മോണായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല ഫസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത്, എനിക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമില്ല. അത് കൗൺസിലിംഗ് നടത്തില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കില്ല, അതിന്റെ ആവശ്യം. അതിനെന്നറിയോ ഇവരെ സംബന്ധിച്ചുള്ള ഇവൻ പേഴ്സണലി ഇവന്മാരുടെ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഓരോരുത്തർക്കും ഏത് നമ്പർ ഇറക്കണം എങ്ങനെ പെരുമാറണം എന്ന് അറിയാൻ വേണ്ടി ഈ വരുന്നവരുടെ പ്രൊഫൈൽ എന്താണ്, അവന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവനെന്തെങ്കിലും കുടുംബ പ്രശ്നമുണ്ടോ, അവനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ, ഇത് അറിഞ്ഞിട്ട് വേണം ഇവന്റെ സ്ട്രാറ്റജി ഇവന് വളക്കൽ പരിപാടി തുടങ്ങാൻ. അതിനുവേണ്ടിയാണ് ഇവന്മാർ ഇവന്റെ മറ്റേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിട്ട് ഏത് രീതിയിൽ വളച്ചെടുക്കാൻ പറ്റുന്ന ഇനമാണെന്നാണ് അവൻ അറിയാൻ വേണ്ടിയാണ് ഇവന്റെ ഈ കൗൺസിലിംഗ്. അല്ല അന്ന് എനിക്കൊരു 40-45 സാമ്പത്തികം എങ്ങനെയുണ്ട് ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ്. മക്കള് വിദേശത്തുണ്ടോ, വല്ല പോലീസുമായിട്ടോ അല്ലെങ്കിൽ ലീഗലി എങ്ങനെ പണി കിട്ടുന്നവന്മാരാണോ, അത് ഇങ്ങനെയൊക്കെ എല്ലാം അറിഞ്ഞ് വേണ്ടിയാണ് ഇവന്മാർ നമ്മളെ കൗൺസിലിംഗ് ചെയ്യുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് അന്നൊരു 65 വയസ്സിന് മുകളിൽ വരും. ഈ പറഞ്ഞ മുതൽ ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്, കുറച്ച് എവിടെയോ കുറച്ച് ബോധമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനും അല്ലാണ്ട് പ്രതികരിച്ചു. ഞാൻ ചോദിച്ചു ഇയാൾ എന്താണ് പറയണത്, ഇയാളൊക്കെ പ്രാർത്ഥന ആർക്ക് വേണമെന്ന് ചോദിച്ചു. പാച്ചയ്ക്ക് വിളിച്ചു കൊടുക്കണം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്തോ തകർന്നതുപോലെ
പോലെയാണ് ഓരോ പെണ്ണുങ്ങൾ. കാര്യം ഇവരെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് ഇവനെ കാണുന്നത്. എന്നാ ഇവന്മാരെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു അവൾ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് ഈ ടെക്നിക്ക് ഉണ്ട്, ഇതിനെ പറഞ്ഞ റേപ്പിംഗ് ഓഫ് ദ മൈൻഡ് എന്ന് പറയും. ഇത് വെച്ചെന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് ഒരു മനുഷ്യനെ നമ്മുടെ മാനസികമായിട്ട് കംപ്ലീറ്റ് അടിമകളാക്കാം. അവൻ നമ്മുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് 2-3 ദിവസം പോയി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മളെ ഫോർമാറ്റ് ചെയ്ത് യുവമാരുടെ നിയന്ത്രണത്തിലാക്കും. അന്നേരം നമ്മൾ യുവമാരുടെ കസ്റ്റഡിയിൽ നിന്ന് പോയാൽ പോലും നമ്മൾ യുവമാരുടെ അടിമകളായിട്ട് അയ്യോ ഇത് പാസ്റ്റർ കാണുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവരെ സ്വപ്നം കണ്ട് ഇവരുടെ ഇതിൽ ഒരു ഹാലൂസിനേഷനിൽ ഇങ്ങനെ ആളുകൾ പോവുക ചെയ്യുന്നത്. നമസ്കാരം സുനിൽ, ഞാൻ ഒരു 1.5 വർഷം മുമ്പ് താങ്കളെ വിളിച്ചിരുന്നു. ഒരു നീലചിത്രം കണ്ടു നിർവൃതി അടയുന്നൊരു ദൈവദാസനെ കുറിച്ചുള്ളൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അത് കൃത്യമായി താങ്കളൊന്ന് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും അത് കാണാൻ സാധിക്കുകയും ചെയ്തതിൽ ഞാൻ സന്തോഷം. കാരണം അത് അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. കാരണം ദൈവമക്കളെ വളച്ച് വഴിതെറ്റിക്കുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർക്കെതിരെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണല്ലോ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചത്. അതിൽ ഞാൻ വളരെ സന്തോഷം. ഒരു 20 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുകിടന്ന ഒരു കാര്യം ഇത്ര കൃത്യമായിട്ട് എനിക്കത് അന്ന് താങ്കൾ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നും താങ്കൾ ഇപ്പോൾ അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന ഈ വൃത്തികെട്ട പിശാചിന്റെ മക്കളോട് യുദ്ധം ചെയ്യുന്നതിൽ ഞാൻ തികച്ചും സന്തോഷമുണ്ട്. താങ്കളുടെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എൻ്റെ പേര് സിഡി ജോസഫ് ഫ്രം ഡാലസ് ടെക്സസ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ടിൻറ്റുബോന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കി ഒന്ന് സത്യം മനസ്സിലാക്കാൻ സാധിക്കാൻ ഈ ഒരു നിങ്ങളുടെ ഇടപെടൽ ഉപകരിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പക്ഷേ ഇവരൊക്കെ പൂർവാധിക ശക്തിയോടുകൂടിയാണ് വീണ്ടും വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ മൊണ്ണ വിശ്വാസികളുടെ കാര്യം, അവരുള്ളിടത്തോളം കാലം ഇവരിങ്ങനെ തഴച്ചു വളരും. പാണ്ഡനും പുരുഷഭോഗിയും എന്താ പറയുക സ്വർണ്ണ തട്ടിപ്പുകാരനും ഇവന്മാരെല്ലാവരും ഇന്ന് എത്ര വ്യക്തമായി തെളിവ് സഹിതം വചനസഹിതം ഇത്ര വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും അവരൊക്കെ ഇന്നും തഴച്ചു വളരുന്നില്ലേ? ഈ പറയുന്ന മൊണ്ണകളൊന്നും ദൈവവചനം വായിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തിയോ ഇതോ അറിയില്ല. അവർക്ക് അതിലേക്കുള്ള കണ്ണ് ദൈവം തുറന്നിട്ടില്ല. കാരണം കർത്താവ് തുതിയാമ്പക്കാരത്തിയായ ലുതിയയുടെ ഹൃദയം തുറന്നതുപോലെ അവരുടെ ഹൃദയം കർത്താവ് തുറക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവരിന്നും ഇതുപോലെയുള്ള ഈ പിശാചിന്റെ അടിത്തട്ടി പോയിരുത്ത് അവിടുന്ന് കിട്ടത്തെ എന്തെങ്കിലും നക്കി തീർത്ത് ഇങ്ങനെ ഇതുപോലെ വിശ്വാസികളായി ഇന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ സഹതാപമുള്ളൂ. പക്ഷെ അതിൽ നിന്ന് 1, 2, 5, 6 പേരൊക്കെ ഇതൊക്കെ സത്യം മനസ്സിലാക്കി വിവേചിക്കാൻ കഴിവുള്ള ആ ദൈവം വിളിച്ച് വേർതിരിക്കേണ്ടവരെ വിളിച്ച് വേർതിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മരുന്ന് വാങ്ങാനായിട്ടൊരു വാൾഗ്രീൻസ് എന്ന് പറഞ്ഞ കടയിൽ പോയിരുന്നു. ഞാനിപ്പോൾ USA എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരനുഭവം ഞാൻ പറയുകയാണ്. നല്ല തടിയുള്ള 2 ആണുങ്ങൾ വന്ന് ഒരു കസേരമേ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ കുറച്ച് വെള്ളക്കാരും ഉണ്ട്. എൻ്റെ പുറകിൽ മരുന്ന് വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ്. ക്യൂ എന്ന് വെച്ചാൽ അവിടെ ഫാർമസിയുടെ മുമ്പിൽ. അപ്പോൾ ഇവരവിടെ കാണിക്കുന്ന ചേഷ്ടകൾ, അതായത് പുരുഷഭോഗികൾ, അവർ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു പക്ഷേ ഇവിടെ നിയമപ്രകാരം അത് അനുവദനീയമാണല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് നോക്കാതിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയി. ഞാനപ്പോൾ തന്നെ തിരിച്ച് വണ്ടി കയറി ഡ്രൈവ് ത്രൂവിലേക്ക് പോയി. അപ്പോൾ എൻ്റെ മുമ്പിലിരുന്നവരും പുറകിലിരുത്തവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെറുപ്പോട് കൂടിയാണ് അവരെയൊക്കെ വീക്ഷിച്ചത്. ഒന്നാലോചിച്ച് ഒരു പുരുഷനെ വേറൊരു പുരുഷൻ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾ പരസ്യമായിരുന്നിട്ട് ഒരു കസേര അപ്പുറത്തും ഇപ്പുറത്തൊരു കസേരയും ഇരുന്നിട്ട് അത് ബാഹ്യമായി കണ്ടപ്പോൾ ഇത്ര വെറുപ്പും ലജ്ജയും തോന്നിയത്. പക്ഷേ എത്ര വ്യക്തമായിട്ടാണ് ഈ പുരുഷഭോഗിയുടെ കാര്യം. ഒരു പുരുഷഭോഗിയായ ഒരു ആലപ്പുഴക്കാരൻ ഒരു ഉപദേശിയെ കുറിച്ച് താക്കള് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന ഇവനൊക്കെ വേദപുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേദപുസ്തകം ഇതുപോലെയുള്ള നികൃഷ്ടങ്ങൾ ജന്മങ്ങൾക്കുള്ളതാണോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആരുടെയോ മലം കൊണ്ടുവന്ന് ഒരു കറിയുടെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പക്ഷെ അത് കഴിക്കുന്ന ഈ മൊണ്ണകളോട് ഞാൻ എന്താ പറയട്ടാ, ഇതൊക്കെ കാണുമ്പോഴേക്ക് വളരെ സങ്കടം തോന്നുന്നു. ആ ജുബക്കാരനൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായി കസർത്ത് നടത്തി മുന്നോട്ട് പോകുന്നു.
എന്താണ് ഈ മൊണ്ണക്കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കാത്ത? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് ഇവരോടൊക്കെ പറയേണ്ട? തട്ടിപ്പറയും, പിടിച്ചു പറയും, കൊലപാതകം വരെ നടത്തുന്ന ഈ ഈ പിശാചിൻ്റെ ഡയറക്റ്റ് പിശാചിൻ്റെ ഏജന്റ് ഈ ഭൂമിയിലെല്ലാം മ്ലേച്ഛതയും കാണിച്ച് വേദപുസ്തകം കയ്യിലെടുത്തിട്ട് അതിനെ കാണിച്ചു കൂട്ടി ഇവരൊക്കെ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോൾ താങ്കളൊക്കെ ഈ പറയുമ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഇത് മനസ്സിലായിട്ടും ഇവരുടെ വരിസംഖ്യ കുറച്ച് കുറഞ്ഞാലും വീണ്ടും അവർ പൂർവാധിക ശക്തിയോടുകൂടി ആർജിച്ച് വരുമ്പോൾ ആ സാത്താൻ്റെ വ്യാപാരം എത്രത്തോളം ഈ ദൈവിക ലോകത്തിൽ വ്യാപരിച്ചു എന്നുള്ള ആ സത്യം ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ പറയുന്നു, ഒന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ നാമത്തിൻ്റെ പേരിൽ പണം പിടുങ്ങുന്ന ഏതവനും സൂക്ഷിക്കുക. എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അലർട്ടായിട്ടിരിക്കുക. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതുപോലുള്ള ആകാത്ത വേലക്കാരെ കയറ്റാതിരിക്കുക. നിങ്ങളൊന്നും ആകാത്ത വേലക്കാരുടെ അടുത്തേക്ക് പോവാതിരിക്കുക. വേദപുസ്തകം എടുത്ത് തുറക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിധത്തിലും ഒരു ഏജന്റിന്റെ ആവശ്യമില്ല. ഒന്ന് സത്യം മനസ്സിലാക്കുക, സ്വതന്ത്രമാവുക. നിത്യതയിലേക്കുള്ള യാത്രയിലേക്ക് ഈ വൃത്തികെട്ട ജന്മങ്ങളുടെ കൂടെ പുറകെ പോയി അവിടെയൊക്കെ പോയി ജീവിതം നശിപ്പിക്കല്ലേ. ഈ ഭൂമിയിലെ ജീവിതവും നിത്യത്തിലേക്കുള്ള ജീവിതവും നശിപ്പിക്കല്ലേ. അപേക്ഷ, ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടാലേക്ക് അത്ര നല്ലതായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.